കുഞ്ഞു കുറുമ്പികളുള്ള അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കുറുമ്പികൾ ഇതുപോലെ ഒരുപാട് വളകളൊക്കെ വാങ്ങി കൂട്ടൂലേ, ഒരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ വള മാലയൊക്കെ മതിയാവും. അടുത്തൊരു വള വാങ്ങിക്കുന്ന വരെ കേട്ടോ ഈ ഒരു വളോടൊക്കെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നെങ്കിൽ കളർ പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരതാ മാറ്റി വെക്കും. എന്നാൽ ആ കുറുമ്പികൾക്ക് നമുക്ക് ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്ത് കൊടുത്താലോ. ഫസ്റ്റ് നമ്മൾ ഈ പോലത്തെ ഒരു പ്ലാസ്റ്റിക് വളയാണ് എടുത്തിരിക്കുന്നത്, പ്ലെയിൻ പ്ലാസ്റ്റിക് വളയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ റൗണ്ടിലുള്ള കുന്തൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് സെൻറ്ററിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇല്ല സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ചെറിയ കുന്തൻ സ്റ്റോൺ മതി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് സെൻറ്ററിൽ കൊടുക്കുന്നത് കൊണ്ടാണ് ആ ബിഗ് സൈസിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ മക്കൾക്ക് ഇത് കൊടുക്കാവൂ കേട്ടോ. കാരണം അവരല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ ഒരു 24 ഹവേഴ്സൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം മക്കളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേ വളകളൊക്കെ നിങ്ങൾ എടുത്ത് കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കളയണ്ട. ഇതുപോലത്തെ കുറച്ച് സ്റ്റോണുകളൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കുട്ടികൾക്ക് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കാം. അവർക്കിത് കിട്ടുമ്പോൾ അത് വലിയ സന്തോഷമായിരിക്കും. കാരണം അവരുടെ പഴയ വളകൾ പുതിയ ഒരു മോഡലിൽ കിട്ടുക എന്ന് പറയുമ്പോൾ കുഞ്ഞു മക്കൾക്ക് അതൊക്കെ ഒരുപാട് സന്തോഷം. അവരുടെ മുഖത്ത് ചിരി കണ്ടാൽ മതിയല്ലേ, നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വള 2 എണ്ണം കൂട്ടി ഒട്ടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ ലെയറിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ സ്റ്റോണും ഒരേ ലെവലിൽ തന്നെ നിൽക്കണം, കയറി ഇറങ്ങിയൊന്നും നിൽക്കരുത് കേട്ടോ. അങ്ങനെയാണ് ഇതിനൊരു ഭംഗി കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ 2 സൈഡിലേക്ക് നമ്മൾ ഇതുപോലത്തെ 6 മോഡലിലുള്ളൊരു വളയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. ഇത് നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയിപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിന് ഒരു 6 വളയ്ക്ക് 80 രൂപയായിരുന്നു. ഒരാഴ്ച ഇട്ടപ്പോഴേക്കും അതിൻ്റെ കളർ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ നമുക്കെടുത്ത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോണാണ് ഇത് ഒട്ടിക്കുന്നത്. സ്റ്റോൺ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല, ഒരു 6 ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തേത് ഒരു 3 പീസ് വരുന്ന സ്റ്റോൺ വരുന്ന രീതിയിൽ, ചെറിയ സ്റ്റോൺ ചെയിൻ ആയതുകൊണ്ട് ഒരു 3 പീസ് വരുന്ന സ്റ്റോൺ ചെയിൻ വരുന്ന രീതിയിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഒറ്റ സിംഗിൾ പീസ് 3 എണ്ണം മതി. പിന്നെ ഒക്കെ നമ്മൾ 2 സ്റ്റോൺ വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, 2 എണ്ണം വെച്ച് പോയാൽ കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള 6 ഒക്കെ ഒട്ടിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ ആദ്യം ഒരു 3 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് കുറച്ച് എടുക്കുക. നമ്മുടെ വളയ്ക്ക് ചുറ്റും ആവശ്യമുണ്ടല്ലോ. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഒരൊറ്റ സ്റ്റോണേ ഒട്ടിക്കുന്നുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഒട്ടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു ബ്ലൂ കളർ സ്റ്റോൺ ചെയിൻ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചെറിയ സ്റ്റോണാണ്, സൈസ് ചെറുതാണ് സ്റ്റോൺ ചെയിൻ്റെ. വലിയ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2 എണ്ണമൊക്കെ വേണ്ടി വരുള്ളൂ. പിന്നെ ഓരോന്ന് ഒട്ടിച്ച് പോകാൻ എന്തായാലും മതിയാവും. ഇത് ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 3ഉം 2ഉം പീസായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം നമ്മുടെ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 8000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. B7000 ഗ്ലൂ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ 7000 ഗ്ലൂ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ 8000 എടുത്തത്. ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് 7000 തന്നെയാണ് കേട്ടോ. അത് 2 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റിൽ നമ്മുടെ 3 പീസ് വരുന്ന 3 സ്റ്റോൺ വരുന്ന ആ ഒരു പീസ് ഇവിടെ അതെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഡിസൈനിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കണം, എങ്കിലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 3 എണ്ണം ഒട്ടിച്ചു. ഇനി ഇതേ രണ്ടാമത്തെ പീസിൽ നമ്മൾ 2 സ്റ്റോൺ വരുന്ന ആ ഒരു പീസ് എടുത്ത് ഒട്ടിച്ചു. അത് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കണം കണ്ടോ. ആ ഒരു സ്റ്റോൺ ചെയിൻ എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കണം. അതായത് 3 എണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ 2 എണ്ണം ഒട്ടിക്കുമ്പോൾ ആ 3ാമത്തെ സ്റ്റോണിൻ്റെ താഴെ വരുന്ന രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് ഒട്ടിക്കുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് ലെവലാക്കി പോകേണ്ടതെന്നുള്ളത്. ഇതേ നമ്മൾ അടുത്തത് താഴേക്ക് ഒട്ടിച്ചു. അപ്പോൾ അതെന്താ കണ്ടോ കറക്റ്റ് നമുക്ക് ആ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച പോലെ തന്നെ വരുന്നുണ്ട്, ലെവലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒട്ടിച്ച് പോവുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ 2, 3 ആ ഡിസൈനിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ളടത്ത് ഒട്ടിക്കുക കേട്ടോ. കാരണം ഇത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ സ്ഥലത്ത് ഗ്ലൂ അപ്ലൈ ചെയ്താൽ നമ്മളിത് ഒട്ടിച്ച് വരുമ്പോഴേക്കും ആ ഗ്ലൂ ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സ്റ്റോൺ അത് ശരിക്കും നിൽക്കില്ല കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ വയ്ക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒട്ടി കിട്ടും, പക്ഷെ അത് പെട്ടെന്ന് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 2-3 പീസ് ഒട്ടിക്കാനുള്ള ഗ്ലൂ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക, അവിടെ മാത്രം ഒട്ടിക്കുക. അതിന് ശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് അങ്ങനെ ഒട്ടിച്ച് പോകാം കേട്ടോ. ഇതുപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ എളുപ്പം പെട്ടെന്ന് പണി കഴിയാനൊക്കെ വേണ്ടിയിട്ട് ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറേ സ്പേസിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം, പെട്ടെന്ന് ഈ ഒരു ഗ്ലൂ ഡ്രൈ ആവും. നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അത് ലാസ്റ്റിങ് കുറയും, പെട്ടെന്ന് സ്റ്റോണൊക്കെ വിട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ സ്റ്റോണുകൾ ഓരോന്ന് ഒട്ടിച്ച് പോകുന്നുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം ലാസ്റ്റിൽ എങ്ങനെയാണ് സിംഗിൾ സ്റ്റോൺ ഒട്ടിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോഴാണ് അറിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും 2 പീസ് തന്നെയല്ലേ വരാമെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ലാസ്റ്റിൽ നോക്കാം. കണ്ടോ ഇതൊക്കെ ആ ഒരു കറക്റ്റ് 6 ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ, കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ മോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഈ വള
മാത്രമേ വേണ്ടൂ കേട്ടോ. അല്ലാതെ മാലയോ കമ്മലോ കളിപ്പാട്ടങ്ങളോ ഒന്നും വേണ്ട. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവൾ മുൻകൂട്ടി പറയും വള മേടിക്കണമെന്ന്. അല്ലാതെ വേറെ എവിടെയും പോകുമ്പോഴൊന്നും വള പറയില്ല. പക്ഷേ ഈ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് അവൾക്ക് വള വേണം. ഗുരുവായൂരിൽ നിന്ന് നമ്മൾ ഒരുപാട് വളകൾ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മാസത്തിൽ ഒരു വട്ടം ഗുരുവായൂർ പോകും. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും വള മേടിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ പ്രിയങ്ക എന്നെന്തുവാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുക. അവിടെ 10 രൂപയ്ക്കൊക്കെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ പറഞ്ഞു വന്ന് നമ്മുടെ ലാസ്റ്റ് ഒരു സ്റ്റോൺ ഒട്ടിക്കുന്ന ആ ഒരു സ്പേസ് വന്നു കണ്ടോ. ലാസ്റ്റിൽ നമ്മൾ 2 സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒറ്റ സ്റ്റോൺ ഒട്ടിക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഫസ്റ്റിൽ നമ്മൾ 3 സ്റ്റോൺ ഒട്ടിച്ചില്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അവിടെ ഒറ്റ സ്റ്റോണിനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അവിടെ നമ്മൾ ആ ഒരു സ്റ്റോണും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആ ഒരു വളയുടെ ലുക്ക് തന്നെ മാറിയില്ലേ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ 150 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു വളയുടെ ലുക്കിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. ഈ ഒരു വളയൊക്കെ ഷോപ്പിൽ എത്ര രൂപയ്ക്ക് കിട്ടുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ നമ്മൾ 3 വളയും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ലുക്ക് ഇഷ്ടമായി, എൻ്റെ മോൾക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നമ്മുടെ അടുത്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.